ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് 2025 കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഒരു വീഡിയോയുടെ എങ്കിലും എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണണം കേട്ടോ. അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ എൻഡിലുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. മകരരാശി. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം അല്ലേ. നമുക്ക് മകരരാശിക്കാർക്ക് മാത്രമല്ല മകരരത്നക്കാർക്കും കാണാവുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ. അപ്പം ഈ ഒരു മാസം ആഗസ്റ്റ് മാസത്തിൽ മകരരാശിക്കാർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ. വ്യാഴവും ശുക്രനും കൂടി 6-ൽ നിൽക്കുന്ന സമയവും ബുധനും സൂര്യനും കൂടി 7-ൽ, അത് കഴിഞ്ഞ് മാസപകുതിക്ക് ശേഷം സൂര്യനും കേതുവും കൂടി 8-ൽ നിൽക്കുന്ന സമയമാണ്. 2-ൽ രാഹു നിൽക്കുന്ന സമയമാണ്. 9-ൽ കുജൻ നിൽക്കുന്ന സമയമാണ്. അപ്പം മൊത്തത്തിൽ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണോ ഉള്ളത് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അപ്പോൾ ആ ജോലി അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ ഭാരം കൂടും, ജോലി സംബന്ധമായിട്ട് പ്രഷർ, ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്ന് വിട്ടുമാറാതെ അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് പോകാതെ ഇപ്പോൾ നിൽക്കുന്ന എന്താണ് ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റാറ്റ്, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ പോകുന്ന ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കട്ടെ. അത് തന്നെയായിരിക്കും നല്ലത്. തന്നെ പുതിയതായിട്ടൊരു കാര്യം ചെയ്യണം. പുതിയതായിട്ടൊരു മാറ്റത്തിന് വേണ്ടിയോ ഈ ഒരു ടൈം നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുക. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ആ തൊഴിൽ സംബന്ധമായിട്ട് വരും. അപ്പോൾ അതിനെയൊക്കെ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് കാണുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ ഇട്ടിട്ട് പിന്മാറി പോവാതെ അല്ലെങ്കിൽ വേറൊന്നും നോക്കാമെന്ന് ചിന്തിക്കാതെ അതിനെ ധൈര്യപൂർവ്വം എന്താ ചെയ്യുക, മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വരുമാന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വരുമാനത്തിൽ നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ പറയാം. വരുമാനത്തിൽ ഒരു ചെറിയ എന്താ പറയുക, ഒരു കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഇപ്പോൾ 1-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ 2-ാം തീയതി 3-ാം തീയതിയിലേക്ക് മാറുക. ഇനി അതെല്ലാം 25-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ 30-ാം തീയതിയിലേക്ക് മാറുക. അങ്ങനെ വരിക. 100 കിട്ടേണ്ടടുത്ത് 80 കിട്ടുക, അല്ലെങ്കിൽ 100 കിട്ടേണ്ടടുത്ത് 50 കിട്ടുക എന്ന് വെച്ചാൽ വരുമാനത്തിന് ചെറിയ കുറവും അതുപോലെ തന്നെ ചെലവിന് നല്ല കൂടുന്ന സമയം തന്നെയാണെന്ന് വെച്ചാൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുള്ള സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. സോ അതനുസരിച്ചുള്ള കരുതൽ, അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ നമ്മൾ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ വാക്ക് തർക്കങ്ങൾ, സ്വറച്ച കുറവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രണയത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിടയിലും ചില അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും വളരെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ജീവിത സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ സമയമെടുത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. എടുത്തു പിടിച്ച് എന്ന രീതിയിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. അതുപോലെ ശുഭകാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല. വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും ഇച്ചിരി മാറ്റി വെക്കുന്നതായിരിക്കും ഉത്തമമാണ്. കാരണം അത്ര എളുപ്പത്തിൽ നമുക്ക് എന്താണ് ഓരോ നടന്നുമല്ല നടക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് താമസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കുറച്ച് സമയങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ബുധദൃഷ്ടിയുള്ള സമയമാണ്. വ്യാഴം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മത്സര പരീക്ഷയ്ക്ക് നോക്കുന്നവർക്ക് അനുകൂലമായി പറയാവുന്ന സാഹചര്യമാണ്. അതുപോലെ നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് വിജയങ്ങളൊക്കെ പറയാൻ പറ്റും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് വിദ്യാഭ്യാസ ലോണൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ടേക്ക് കെയർ. കാരണം നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ പരീക്ഷ സമയത്ത് നമ്മുടെ ആരോഗ്യം പ്രോപ്പർ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ വന്നാൽ നമ്മൾ എത്ര നാൾ പഠിച്ചതെല്ലാം വെറുതെ ആയിപ്പോകും അല്ലേ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാസപകുതി ശേഷം സൂര്യനും കേതും കൂടി ഒന്നിച്ച് നമ്മുടെ ചിങ്ങരാശി നിൽക്കുന്നുണ്ട്. സോ ആ ടൈമിൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ സമയം കുറച്ച് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ചൂട് സംബന്ധമായിട്ട്, തല സംബന്ധമായിട്ട്, ഡിപ്രഷൻ മോഡ്, അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലർജി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്, അതുപോലെ തന്നെ 1 നടക്കുന്നിടത്ത് 10 നടക്കുക, അലച്ചിൽ, അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ ഈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീനിയേഴ്സിൻ്റെ കാര്യം എടുത്തു പറയാമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കൃത്യമായ പ്ലാനാണ് ആവശ്യം, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. സോ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കൃത്യമായ പ്ലാനുകളുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട്
എവിടെ എത്തണം എന്ന് തീരുമാനിക്കാം. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവാം. മകരരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന ഒരു സമ്മിശ്ര ഫല പ്രദാനം ചെയ്യുന്ന ടൈമാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ ആണെങ്കിലും പൂർണ്ണ രൂപത്തിൽ കാണണം. വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കൺക്ലൂഷൻ കാണും. കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫലം കാണുമ്പം രാശിഫലം മാത്രമല്ല ലഗ്നഫലം കാണണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ശരീരം, നമ്മുടെ മാനസികാവസ്ഥ, ഇതൊക്കെ റിലേറ്റ് ചെയ്യണം. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള പ്രിഡിക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളിതിന് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം. മന്ത്ലി പ്രിഡിക്ഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം. അന്നേരം മാത്രമാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട്, ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന എവിടെയാണ്, നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ, നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ, അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ, ലഗ്നത്തിന് ബലമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പ്രിഡിക്ഷനിലേക്ക്. ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പ്രിഡിക്ഷനാണ് അല്ലേ. ഒരു കോമൺ പ്രിഡിക്ഷൻ പോലെ ഉണ്ടാകും, നമുക്ക് ഒരിക്കലും എത്ര അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓരോരുത്തരുടെ ജാത വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി ഇടാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കോമൺ പ്രിഡിക്ഷൻസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ്, നമ്മൾ വീഡിയോയുടെ പ്രിഡിക്ഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാനോ അല്ല, നമുക്ക് ഒരു സിഗ്നൽ പോലെയാണ്, ഒരു സൈൻ ബോർഡാണ്. അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും, നല്ല രീതിയിൽ എത്താൻ പറ്റും. വേണ്ട കരുതലുകൾ എടുക്കുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കണ്ണും പൊട്ടി വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക് ലോജിക്കലും കൂടി ചിന്തിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം പക്കയാവുള്ളൂ. ഓക്കെ, സെറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ. അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം. പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാ എന്നറിയുന്നൊരു ഗ്രൂപ്പല്ല. ഇമ്പോർട്ടൻ്റ്, അത് അഡ്മിൻ ഉള്ള ഗ്രൂപ്പാണ്. മാക്സിമം ടൈം അഡ്മിൻ ഉള്ളിയാണ്. അതെന്തെങ്കിലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, മിക്ക സമയം അഡ്മിൻ ഉള്ളി തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്സപ്പിൽ നിന്ന് കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊന്തരവാണ്, ശരിക്കും ഫോൺ ഹാങ്, അങ്ങനത്തെ പ്രശ്നം. ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിനുള്ളിലാക്കി നിർത്തിയേക്കാൻ. നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്കുവെക്കാൻ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്കുവെക്കണം, പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാട്സപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല, എനിക്ക് എപ്പോൾ എവിടെ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണേ. അതുപോലെ നമ്മുടെ പെൻഡുലം ജ്യോതിഷം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ്, ഞങ്ങൾക്കും പഠിക്കണം, പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല. അപ്പം മാസം ഒരു ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു, പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും. വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ടൈം, നമുക്ക് ടൈം കിട്ടണം, അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം. രണ്ടുപേരുടെ ഒരു കൺവീൻസ് നമ്മൾ ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ എന്നാലും വെബിനാർ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന ആ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുക. അപ്പോൾ പെൻഡുലം ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ, അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക. എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായതുകൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവാം. നമ്മൾ നല്ല ഈശ്വര വിശ്വാസത്തോടെ
ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് അമർത്തിക്കുക. എന്നാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.